എല്ലാവർക്കും നമസ്കാരമുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. കേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. കേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലുലപ്പുരയുണ്ട്. കേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ, നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ 2 വീഡിയോ ലോകമെമ്പാടുമുള്ള അനേക മലയാളികൾ കാണുകയുണ്ടായി. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, ഈ യൂട്യൂബ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കുള്ളതാണോ എന്ന്. അവിടെ നമ്മൾ പറയുന്നുണ്ട് ഇത് കുട്ടികൾക്കുള്ളതല്ല. അതിന്റെ കാരണം 32,000 ചില്ലാനം പേര് കണ്ട് ഇന്ന് ഈ 2 ദിവസം മുന്നിട്ട വീഡിയോ ഒരുപാട് കുട്ടികൾ അതിനകത്ത് വന്ന് കമന്റ് പറയും. എന്നാൽ മുതിർന്നവരും കാര്യങ്ങൾ മനസ്സിലായവരും അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ കുട്ടികളുടെ പ്രതികരണം വളരെ എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല. എനിവേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞു WWW വർക്ക്, വെതർ, വൈഫ്. അപ്പൊ അതിനകത്തൊരു മഹാൻ എഴുതി വൈഫ് അല്ല വുമൺ ആണെന്ന്. വാട്ട് യു മീൻ ബൈ വുമൺ? വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ. സ്ത്രീ എന്ന് പറയുമ്പോൾ അമ്മയാവാം, പെങ്ങളാവാം, മകളാകാം. ഇവിടെ ലിറ്ററലി വൈഫാണ്, വൈഫൈ അല്ല വൈഫ്. എന്തുകൊണ്ടാന്ന് വെച്ചാലേ വർക്ക് ഏത് സമയത്തും പോവാം, ജോലി നഷ്ടപ്പെടാം. വലിയ വീട് മേടിച്ചു, 1 മില്യന്റെ ആയിരിക്കാം, 500,000 മില്യന്റെ ആയിരിക്കാം, വലുതോ ചെറുതോ ആയിക്കോട്ടെ, ജോലി പോയി കഴിഞ്ഞു അല്ലേ, ഗേജ് അടയ്ക്കണ്ടേ? ഭാര്യയുടെ പോവാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ പോവാം. വെതർ, വളരെ എക്സ്ട്രീം വെതർ വരാം, അതിൽ നമുക്ക് പല അസുഖങ്ങൾ വരാം. പിന്നെ വെതറിന് പോയി ബറൂസാണ് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര മഞ്ഞായിരിക്കാം, ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയെന്ന് വരില്ല. എനിവേ, അത് കഴിഞ്ഞ 3-ാമത്തെയാണ് വൈഫ്. വൈഫ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്. ഓക്കെ, ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം. ഇവിടെ ഒരു പ്രേക്ഷകൻ എഴുതി 3 W ലാസ്റ്റ് W പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പൊ കമന്റുകൾക്കൊക്കെ ഞാൻ തക്ക മറുപടികൾ കൊടുക്കാറുണ്ട്, ഉരുളിക്ക് പേര് കൊടുക്കുന്ന പോലെ കൊടുക്കാറുണ്ട്. എങ്കിലും കൂടെ ഞാൻ ഈ വീഡിയോയിൽ അതിനൊക്കെ മറുപടി പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വൈഫ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അപ്പൊ ഞാനൊക്കെ വന്ന സമയത്ത് പറഞ്ഞു വർക്ക് നമുക്ക് ബാധിക്കും, വെതർ നമ്മളെ ബാധിക്കും, പക്ഷെ വൈഫ് ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾ ഇന്ത്യൻസ് ആണ്, ഞങ്ങൾക്കൊരു കൾച്ചറുണ്ട്, ഞങ്ങൾ അങ്ങനെ ഡൈവോഴ്സും അല്ലെങ്കിൽ അടിച്ചു പിരിയലൊന്നുമില്ല. അതൊക്കെ പഞ്ചാബികളോ അല്ലെങ്കിൽ വെള്ളക്കാർക്കുള്ളതാണ്. അപ്പൊ 2 W ഞങ്ങൾക്ക് ബാധകമാണ്, 3-ാമത്തെ W ഞങ്ങൾക്ക് ബാധകമല്ല. എന്നാൽ ഈ കൾച്ചറിൽ വന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് വൈഫാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇത് കേൾക്കുന്ന വിചാരിക്കും എന്റെ വൈഫാണെന്ന്. അല്ല, ഈ വലിയ വീട് മേടിച്ചു കഴിയുമ്പോൾ, സാമ്പത്തിക പ്രയാസം വരുമ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു, മക്കളെ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. UK എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ വീഡിയോ ഞാൻ കണ്ടു, ഇവിടെ ഒരു കുടുംബത്തിന്റെ 2 കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പനും അമ്മയും രാത്രിയും പകലും ജോലിയാണ്, അച്ഛനും അമ്മയും വീട്ടിലില്ല, ഞങ്ങളെ നോക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം എന്തിനു പറയണത്, പോലീസ് വന്നവരെ പിടിച്ചുകൊണ്ടുപോയി, മക്കളെ ശരിക്കും നോക്കാത്തോട്ട്. ഓക്കെ, ഈ ഇത്തരണത്തിൽ ഞാൻ പറയാണ്, നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കിടപ്പുണ്ട്, ഞാൻ പിള്ളേരുടെ കൂടെ വാച്ച് ചെയ്തത്, മിസ്സിസ് ചാറ്റർജി ആൻഡ് വേഴ്സസ് നോർവേ. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. ആ മൂവി നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നോർവേയിൽ പോയിട്ടുണ്ടായ കഷ്ടപ്പാടും, വീട്ടിലെ പിള്ളേരെ നോക്കിയില്ലെന്നും പറഞ്ഞിട്ട് അവിടുത്തെ CIS, ഇവിടെ ചൈൽഡ് എയ്ഡ് സൊസൈറ്റി എന്ന് പറയും, അവർ പിള്ളേരെ പിടിച്ചോണ്ട് പോയതും, പിന്നെ ആ സ്ത്രീ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തും, അവസാനം അവർ പിള്ളേരെ കൊണ്ട് യൂറോപ്പ് വഴി പോകുന്നതും, അവസാനം ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നതും സുഷമ സ്വരാജ് ഉള്ള സമയത്താണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. എൻ്റെ വീഡിയോനകത്ത്, എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നു. അപ്പൊ ചിലതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സത്യം പറഞ്ഞിട്ടും ഓരോരുത്തരുടെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് വ്ളോഗർ ആയത്, നിങ്ങൾക്ക് പ്രായമായില്ലേ, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, നാട്ടിൽ പോയിക്കൂടെ, ഇങ്ങനെയുള്ള ഒത്തിരി കമന്റുകൾ.
ഓക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ തിരിച്ചു ചിന്തിച്ചു, 32,000 പേരില് 30 പേര് പോലും ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടില്ല. അപ്പം 32,000-ൽ 30 പേരെന്ന് പറയുമ്പോൾ നോട്ട് ഈവൺ എ 1%, 0.01%. ബാക്കിയുള്ളവരെല്ലാം നല്ല കമന്റുകൾ, നല്ല ഇൻഫർമേഷൻ ആണ്, നല്ല കമന്റുകൾ. സോ അതവിടെ നിൽക്കട്ടെ. ഇനി ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ ശരികള് ഇന്ന് തെറ്റും, ഇന്നത്തെ തെറ്റുകൾ നാളെ ശരിയുമാകുന്ന 4 വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സമയം ഒരുപാട് എടുക്കും, പക്ഷെ ഞാൻ ഇടയ്ക്കിട്ട് എന്താ പറയുക, വളരെ ചുരുക്കി സിപ്പായിട്ട് പറയാൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ വിദ്യാഭ്യാസമാണ് ആരംഭിക്കുന്നത്. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് ആ ഒരു റോളും ഇല്ല ഇന്ത്യയിൽ. നമ്മുടെ അച്ഛനമ്മമാർ സ്കൂളിൽ കൊണ്ടുവരുന്നു. 12ാം ക്ലാസ് വരെ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെലവേറിയതാണ് അല്ലേ. ഒരു ട്യൂഷനും കൊടുക്കുന്നു, അടിക്കുന്നു, പഠിപ്പിക്കുന്നു. 12 കഴിയുമ്പോൾ പിന്നെ ഇവനെ അവരുടെ ഇഷ്ടപ്രകാരം MBBS പഠിപ്പിക്കണോ, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കണോ, അത് അവരുടെ ഒരു ഇതാണ്. അപ്പൊ ആ ഒരു കൾച്ചറിലാണ് നമ്മൾ വളർന്നത് അല്ലെ. പക്ഷേ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ പവർ ഉണ്ട്. ഇല്ല, എനിക്ക് ഡോക്ടർ ആവണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇന്നതായാൽ മതി എന്ന് പറയാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ആദ്യത്തെ ഡിസിഷൻ മേക്കിംഗ് പവർ തുടങ്ങുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. 90% നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാറില്ല, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളായിരിക്കും നടക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കാനുള്ള ആ ഇതുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം ആദ്യം. നമ്മൾ പലതും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ജോലി കിട്ടാതെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ചിന്തിക്കും, ഞാൻ അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയി, ഞാൻ വേറൊരു പ്രൊഫഷൻ എടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഫസ്റ്റ് മിസ്റ്റേക്ക്, ആദ്യത്തെ ശരി പിന്നീട് തെറ്റാന്ന് തോന്നുന്ന ആദ്യത്തെ വിഷയം. രണ്ടാമത്തത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാളിയെ സംബന്ധിച്ചോളം പുറത്തേക്ക് പോകാന്നുള്ളത്. അപ്പൊ വിസ. അപ്പൊ വിദ്യാഭ്യാസം കഴിഞ്ഞ പിന്നെ വിസയായി. ദുബായിൽ പോകണോ, സൗദിയിൽ പോകണോ, അമേരിക്കയിൽ പോകണോ, കാനഡയിൽ പോകണോ, ഓസ്ട്രേലിയയിൽ പോകണോ, സ്റ്റുഡന്റ് വിസയിൽ പോകണോ, PR-ൽ പോകണോ, ഇങ്ങനെയുള്ള പല കൺഫ്യൂഷനുകൾ. അപ്പോഴാണ് പരസ്യങ്ങൾ വരുന്നു, സുഹൃത്തുക്കള് ബന്ധുക്കൾ പോയത് നോക്കുന്നു, അവൻ പോയി പൈസ ഉണ്ടാക്കി, അവിടെ വീട് വെച്ചു, ഇവിടെ വെച്ചു, അങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കും. അങ്ങനെ എടുത്ത് വന്നവരാണ് പലരും കാനഡയിലുള്ളത്, ഓസ്ട്രേലിയയിലുള്ളത്, അല്ലെങ്കിൽ UK-യിലുള്ളത്. അവസാനം എന്താവും, പിന്നീട് പ്രശ്നങ്ങൾ വരുമ്പോൾ, കണ്ണീരും കൈയും ആകുമ്പോൾ, അയ്യോ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയി. അപ്പോ 2ആയി. മൂന്നാമത്താണ് വിവാഹം. വിവാഹത്തിലും എന്താ ഉണ്ടാകുന്നത്, അമ്മയുടെ അപ്പന്റെ ആഗ്രഹം, ജാതി, മതം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഒന്നും പറയണ്ട. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ എല്ലാം ഫ്രീ ആണ്, ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കുന്നു, നോ പ്രോബ്ലം. പക്ഷെ അവിടെ അമ്മയപ്പന്മാരുടെയും മതത്തിന്റെയും ഒരുപാട് ചട്ടക്കൂടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയോ വിവാഹം കഴിക്കുന്നു. പിന്നീടാണ് ചിലപ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോൾ, ഞാൻ എപ്പോഴും പറയും, മറ്റേ പാർട്ണർഷിപ്പ് ബിസിനസ്സിലും എല്ലാത്തിലും ഹണിമൂൺ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ കാനഡയ്ക്ക് വരുന്ന വിഷയത്തിലാണെങ്കിലും, കാനഡയിൽ വന്നിറങ്ങിയ വഴിക്ക് സ്റ്റുഡൻസിനും PR-നും ഹോട്ടൽസിനൊക്കെ ഹണിമൂണാണ്. മഞ്ഞ്, തണുപ്പ്, വണ്ടി, എന്താ പറയാ, ഒന്നും പറയണ്ട. ഫോട്ടോസ് ഫേസ്ബുക്കിൽ അതിടുന്നു, എല്ലാം കഴിയും. ഹണിമൂൺ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങും. അപ്പോഴാണ് ഇവിടെ വരണ്ടായിരുന്നില്ല, ഡിസിഷൻ തെറ്റിപ്പോയോ, എന്തായാലും വന്നു പോയല്ലോ. അപ്പോ എന്തായി, വിസയുടെ വിഷയം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് കിടിപിടി തുടങ്ങുന്നത്. ഹണിമൂൺ കഴിഞ്ഞ് 2 കുട്ടികളായി, 3 കുട്ടികളായി, പിന്നെ അങ്ങോട്ട് വെച്ച് പ്രശ്നങ്ങളായി. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം വിവാഹത്തിൽ നടക്കുന്ന എവിടെയാണെന്നറിയാം, വീട് മേടിക്കുന്നതിലും പണിയുന്നതിലുമാണ് ഒരുവിധപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അജഗജാന്തരം അല്ലെങ്കിൽ അകന്നു പോകുന്നത്. അവർ തമ്മിലുള്ള സ്നേഹബന്ധം കുറഞ്ഞു പോകുന്നത്, അവിടെ സാമ്പത്തിക ഇൻവോൾവ്മെന്റ് വരുന്നത്. പ്രത്യേകിച്ച് കാനഡയിലാണെന്ന് വിചാരിച്ചോ, സ്ത്രീകൾക്ക് നല്ല വലിയ വീട് വേണം. പള്ളിയിലുള്ളവർക്ക് വലിയ വീടുകളുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വലിയ വീടുകളുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ മേടിച്ചുകൂടാ? കാരണം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം വീടാണ് അവരുടെ ഒരു ഇത്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വീട് മേടിക്കുകയും, പലപ്പോഴും ഭർത്താവിന് ഇഷ്ടമില്ലാത്തതായിരിക്കാം, അങ്ങനെ വീട് മേടിച്ച് അതിന്റെ ചെലവുകളും കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നീട് ഇവര് തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷൻ തുടങ്ങും. ഭാര്യ ജോലി ചെയ്യുന്നു, ഭർത്താവ് ജോലി ചെയ്യുന്നു, മക്കളെ നോക്കാൻ സമയമില്ല. ഇങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഫ്രിക്ഷൻ തുടങ്ങും, അവർ തമ്മിലുള്ള ബന്ധം കുറയും. അങ്ങനെ അത് അകൽച്ചയിലോട്ട് വരും. ഓക്കെ. അപ്പോ 4 വിഷയങ്ങൾ: വിദ്യാഭ്യാസം, വിസ, വിവാഹം, വീട്. അപ്പോ
വീട് മേടിച്ച് മക്കൾ വളർന്നു വരുന്നു, കടഭാരങ്ങൾ കൂടുന്നു, രോഗങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, മാതാപിതാക്കളെ കൊണ്ടുവരുന്നു, ഇൻവോൾവ്മെന്റ് വരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളാവുന്നു. അവസാനം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമാശ പറയുകയാണെങ്കിൽ കൈവപ്പ് ശുശ്രൂഷ തുടങ്ങും. അത് നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. സ്നേഹത്തില് തേന്, പാല്, ഹണി എന്നൊക്കെ വിളിച്ച് കൈവയ്ക്കുന്ന ഒരു കൈവപ്പുണ്ട്. ആ കൈവപ്പ് കുഴപ്പമില്ല. മറിച്ചൊരു കൈവപ്പുണ്ട്, സ്മോളൊക്കെ അടിച്ചിരുന്ന്. അപ്പോൾ പുള്ളിക്കാരി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നു. അപ്പോൾ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു, ഒറ്റ കൈവപ്പാണ്. ആ കൈവപ്പ് ഇവിടെ പണി കിട്ടും. ഒന്നുകിൽ പിള്ളേർ കാണും, അവർ 911 വിളിക്കും. കൈവപ്പിലെ പുള്ളിക്കാരി തന്നെ പറയും, എന്നാ ഞാൻ ശരിയാക്കാറുണ്ട്. ആഹാ, എന്റെ മേലെ കൈവയ്ക്കുന്ന ഉടനെ ഇത് പുറത്തറിഞ്ഞ് പ്രശ്നമായി. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയെ തല്ലി, ഭാര്യ പോലീസിനെ വിളിച്ചു, അല്ലെങ്കിൽ എന്റെ മക്കൾ പോലീസിനെ വിളിച്ചു, പോലീസ് വന്ന് എന്നെ കൊണ്ടുപോയി. അപ്പോഴും എന്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാം? ഇതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചല്ല. എന്റെ വീട്ടുകാരറിയോ, എന്റെ കൂട്ടുകാരറിയോ, എന്റെ ജോലി സ്ഥലത്തുള്ളവരറിയോ, മലയാളി കമ്മ്യൂണിറ്റി അറിയോ, പള്ളിക്കാരറിയോ, അസോസിയേഷൻകാരറിയോ? ഇതാണ് അവന്റെ ഏറ്റവും വലിയ വിഷമം. അങ്ങനെ പിന്നെ കണ്ണീരും കൈയും ഒക്കെ ആയി. അത് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കാല് പിടിച്ച് അത് സോൾവ് ആയി. എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് തിരിച്ചു വരാനുള്ള പരിപാടികളായി. പലതും അതോടുകൂടെ കഴിഞ്ഞു പോകുന്ന കേസുകളുണ്ട്. പക്ഷെ 90% മലയാളികളുടെ പ്രശ്നങ്ങൾ അവരെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കും. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അറിയുള്ളൂ. പള്ളിയിലെ അച്ഛന്മാരോ പാസ്റ്റർമാരോ സുഹൃത്തുക്കളോ ഒക്കെ അറിഞ്ഞ് അത് ഇങ്ങനെയൊക്കെ ഒതുക്കി തീർക്കും. എന്നാൽ ഇതെല്ലാം ഒരു ദിവസം അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായിട്ട് പുറത്തു വരും, സംശയമില്ലാത്ത കാര്യം. ഇനി അത് പോട്ടെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മലയാളികൾ കാനഡയിലോട്ട് വരുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? 3 കാരണങ്ങളാണ്. 1 ചൈൽഡ് ബെനിഫിറ്റ്, 2 ഫ്രീ എഡ്യൂക്കേഷൻ, 3 ഫ്രീ ഹെൽത്ത് കെയർ. ഈ 3 കാരണങ്ങളെ കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഞാൻ വന്ന കാലത്ത് വലിയ കുഴപ്പമുണ്ടായില്ല. എനിക്ക് മുന്നേ വന്നവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നല്ല എഡ്യൂക്കേഷൻ, കുട്ടികൾക്കാണെങ്കിലും നല്ല എഡ്യൂക്കേഷന്, നല്ല ഹെൽത്ത് കെയർ, ചൈൽഡ് ബെനിഫിറ്റ് അന്ന് കുറവായിരുന്നു. പക്ഷേ ഈ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ചൈൽഡ് ബെനിഫിറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി. വോട്ടിന് വേണ്ടിയിട്ട് ട്രൂഡോ റെഫ്യൂജികൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ചൈൽഡ് ബെനിഫിറ്റ് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. 500 മറ്റൊരു കുട്ടിക്ക് കിട്ടും. അതാണ് ഏറ്റവും കൂടുതലൂടെ അറബികളെല്ലാം മുതലെടുക്കുന്നത്. അത് പിന്തുടരുന്ന മലയാളികളുണ്ട്. ഇന്ത്യക്കാര് ഇവിടെ വരുന്നത് പ്രസവിക്കാനായിട്ട് വരാന്ന് പറയുന്നത്. 3-4 കുട്ടികളെ ജനിപ്പിക്കുന്നത്. എന്താണെന്നറിയാം? അത്രയും ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുമല്ലോ. അപ്പോ നല്ല കാര്യമാണത്. 1 പൈസ കിട്ടും. പക്ഷെ അവിടെ ഒരു ഒരു കെണിയുണ്ട് അതിനകത്ത്. എന്താ കെണിന്നറിയോ? ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ അവിടെ വന്ന് സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ $500 ഗവൺമെന്റ് തരുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഗവൺമെന്റിന്റെ സ്വത്തായിട്ട് മാറി. താമസിക്കുന്ന നമ്മളിവിടെ, ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാ. കുട്ടികൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ, കുട്ടികൾക്ക് മര്യാദയ്ക്ക് അവരെ നോക്കിയില്ലെങ്കിൽ, അവരുടെ മേലെ കൈവെപ്പ് ശുശ്രൂഷ നടത്തി കഴിഞ്ഞാൽ നീ വിവരം അറിയും. അപ്പൊ എന്താണ്ടാവുക? പോലീസ് വരും, CIS ഇടപെടും, ഫോസ്റ്റർ ഹോമിലോട്ട് കൊണ്ടുപോകും. പിന്നെ കണ്ണീരും കൈയും കടിച്ചിട്ട് കാര്യമില്ല. കാരണം നീ കാനഡ വന്നു, നിനക്ക് ഗവൺമെന്റ് പൈസ തന്നു, കുട്ടികൾ ഇനി നിന്റെ അല്ല. പണ്ടേ ഒരു കഥ കേട്ടിട്ടുണ്ട്, പഴയ തലമുറക്കാർക്ക് അറിയായിരിക്കും. എറണാകുളത്ത് ഒരു സർക്കാർ മുഹമ്മദ് ഉണ്ടായിരുന്നു. അത്ര പുള്ളി സർക്കാർ മുഹമ്മദ് എന്ന് വിളിക്കുന്നത്. പോലീസിനൊന്നും ഒരു രക്ഷയില്ല. എങ്ങനെയോ അവരുടെ ഈ പുള്ളിയുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് എന്തോ സംതിങ്, എനിക്ക് അതിന്റെ കഥ ശരിക്കും അറിയില്ല. ഇയാൾ ഭയങ്കര കോടീശ്വരനാണ്, അനാഥനാണ്. ഗവൺമെന്റ് ആണ് പുള്ളിയുടെ മാതാപിതാക്കള്, കോടതി അല്ലെങ്കിൽ ഗവൺമെന്റ്. പുള്ളിനെ അവിടെ പോയി എന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും മുഹമ്മദ് സർക്കാരിന്റെ ആണ്. സർക്കാർ മുഹമ്മദിനെ തൊടാൻ പറ്റില്ല, പോലീസിനെ തൊടാൻ പറ്റില്ല. അത് രസകരമായ ഒരു കഥയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടത്തെ കുട്ടികള് നിങ്ങളുടെ അല്ല, സർക്കാരിന്റെയാണ്. കുട്ടികളുടെ മേലെ തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും. ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ആടിച്ച് കൈയും കാലും ഓടിച്ചിടും, മനസ്സിലായോ? പോലീസ് വന്ന് ഞാൻ അകത്ത് പോയി കിടക്കും, ഐ ഡോണ്ട് കെയർ. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എന്റെ വിവരം അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര മാതാപിതാക്കളുണ്ട്? അപ്പോ അവിടെയും മലയാളിക്ക് പ്രശ്നമാണ്. എല്ലാ തരത്തിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ഇവിടെ വരുന്നത് ഭയങ്കര ഹണിമൂൺ കാലമാണ്. കൂടുതൽ യുവാക്കൾ ഇവിടെ നിന്ന് വരും. കേരളത്തിൽ നിന്ന് നേരിട്ട് വരുന്ന യുവാക്കളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് PR വരുന്നു, അവരോട് വരുന്നു, ജോലി കിട്ടുന്നു, വണ്ടി മേടിക്കുന്നു, മഞ്ഞിൽ ഫോട്ടോ എടുക്കുന്നു, പ്രൊഫൈലിൽ പിക്ചർ ഇടുന്നു, നാട്ടിലേക്ക് ഫോട്ടോ അയക്കുന്നു, വീട് മേടിക്കുന്നു, മാതാപിതാക്കളെ കൊണ്ടുവരുന്നു. എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിള്ളേര് വളർന്നു വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ തലവേദനകളുണ്ട്. അതാണ് ഇനി അടുത്ത സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിപ്പോ ഏകദേശം 15 മിനിറ്റായി.
ബോറടിച്ച് കാണില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ എന്താണ് ഈ ഇന്നത്തെ ശരികൾ നാളെ തെറ്റാവാം, ഇന്നത്തെ തെറ്റുകൾ നാളെ ശരിയാവാം. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു പ്രശ്നമാണ് നമ്മൾ പലരും കാനഡയ്ക്ക് വന്നതിൽ ഖേദിക്കുന്നത്. ഇനി എനിക്ക് ഒറ്റ മെസ്സേജ് അതിനകത്ത് പറയാനുള്ളൂ, ഫേസ് ദ ലൈഫ് ആസ് ഇറ്റ് ഈസ്. നിങ്ങളൊരു തീരുമാനം എടുത്തു, എന്നിട്ട് ആ തീരുമാനം തെറ്റാണ്, അതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും ഞാനിത് ആരും പേടിപ്പിക്കാൻ പറയുന്നില്ല, ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ആരും പേടിക്കൂല, ശരിയല്ലേ? ഇതിനകത്ത് ഒരാൾ കമന്റ് ഇട്ടു, കാനഡ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ പറയുന്ന പോലെയല്ല, നിങ്ങൾക്ക് എന്തറിയാം, കാനഡയുടെ ഒരു മൂലയ്ക്കലിരുന്ന് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്റെ പൊന്നു ചങ്ങാതി, ഞാൻ ഫേസ്ബുക്ക് അത് യൂട്യൂബിൽ ഒരു പ്രത്യേകതയുണ്ട്, വോയിസ് മാത്രം ഇടുന്നവരുണ്ട്. കുറെ പിക്ചർ വരും, വീഡിയോ വരും, പുറകിൽ നിന്ന് സംസാരിക്കും. അവൻ ആരാണ് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. ഇവിടെ മാവേലി ലണ്ടൻ എന്ന തൂലികാ നാമത്തില് വിൽസൺ തൈക്കാട്ടിൽ എന്ന് പറയുന്ന തൃശ്ശൂക്കാരൻ ലണ്ടൻ ഒന്റാറിയോയിലുള്ള ഒരു ജീവനുള്ള വ്യക്തിയാണ്. എൻ്റെ പ്രായം, വിദ്യാഭ്യാസം, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം ഇതൊക്കെ നിങ്ങൾക്ക് അറിയണോ? എൻ്റെ നമ്പറിൽ വിളിക്കുക, എല്ലാം പറഞ്ഞുതരാം. അല്ലെങ്കിൽ ലണ്ടൻ ഒന്റാറിയോയിലുള്ള അനേക മലയാളികളുണ്ട്, എന്നെ അറിയുന്നവരുണ്ട്. പിന്നെ അടുത്തൊരു രസം ഞാൻ പറയാം, സമയം തീരാറായി. ലണ്ടനിൽ ഒരു 10,000 മലയാളികളുണ്ടെന്ന് വിചാരിച്ചു, ഒരു വെപ്പ് വെച്ചു. അതില് ഒരു 5-10 പ്രാഞ്ചേട്ടന്മാര് എന്നോട് താല്പര്യമില്ലാത്തവരുണ്ട്. അവരുടെ സിൽബന്ധികളും ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയല്ലേ ഉള്ളോ? 100 പേരെ കൂട്ടിക്കോ, 9,900 പേര് ബാക്കിയുണ്ട്. അവർക്കൊന്നും എന്നോടൊരു പിണക്കുമില്ല, എനിക്ക് അവരോട് പിണക്കുമില്ല. നീ പാഞ്ചേട്ടന്മാരോട് എനിക്കൊരു പിണക്കുമില്ല. അവരുടെയൊക്കെ ചില കൊള്ളരുതായ്മകളും ഗുണ്ടായുസവും കണ്ടപ്പോൾ ഞാൻ മുഖത്തോക്കി വിളിച്ച് ചോദിച്ചും പറയുകയും ചെയ്തിട്ടുണ്ട്. അവര് പാര വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കമന്റ് ഇടുകയും വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ആ ഭീഷണി നമ്മുടെ അടുത്ത് ഏശാറില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 32,000 പേര് കണ്ടതില് ലോകമെമ്പാടുമുള്ളവരുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മാവേലി ലണ്ടൻ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ ഒറ്റ മെസ്സേജ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കലങ്ങിപ്പോകരുത്. UK-യിലായാലും ഓസ്ട്രേലിയയിലായാലും ന്യൂസിലൻഡിലായാലും. പക്ഷേ പാഠം പഠിക്കുക. ഒരിക്കലും മലയാളികളുടെ കൾച്ചർ, അതായത് മറ്റവന്റെ ഒപ്പം മത്സരിക്കാൻ വേണ്ടി, പള്ളിക്കാരുടെ ഒപ്പം മത്സരിക്കാൻ വേണ്ടി, സുഹൃത്തിന്റെ ഒപ്പം, സുഹൃത്ത് അല്ലല്ലോ നമ്മള് ഒരു ഇൻഡിവിജ്വൽ യുണീക് പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാലറി, നമ്മുടെ കുടുംബ പശ്ചാത്തലമൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് രസകരമായ കാര്യങ്ങൾ ആവശ്യമുള്ള കുട്ടികൾ ദയവ് ഇത് കാണരുത്. നീ കണ്ടാൽ തന്നെ ഇതിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാതെ താഴെ കമന്റ് ഇട്ട് എന്നെ വിഷമിപ്പിക്കരുത്. താങ്ക് യു വൺസ് അഗെയിൻ. സീ യു അഗെയിൻ.